വിശേഷം? എല്ലാവരും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, അതായത് ചില്ലി ഇഡ്ലി. ഇതിനു മുൻപ് ഞാൻ മസാല ഇഡ്ലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യുന്നത്? ഇഡ്ലി ഉണ്ടാക്കുക, അതിനുശേഷം ചില്ലി ഇഡ്ലി ഉണ്ടാക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേസമയം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡിഷാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള അതേസമയം ഈസി പീസി ആയിട്ടുള്ള ചില്ലി ഇഡ്ലി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 10 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഡ്ഡലി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡ്ഡലി ഓരോന്നും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതായത് കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇപ്പോൾ ഉണ്ടാക്കിയ വശം തന്നെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ അതങ്ങ് വലിച്ചു കുടിക്കും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ഇഡ്ഡലി അങ്ങ് ഹാർഡായിട്ട് മാറും. അല്ലെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാലും മതി. അപ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ട് മാറും. ഇഡ്ഡലി മാവ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലീനെ നമുക്ക് ചെറിയ അപ്പോൾ ഈ ഒരു സൈസിൽ അങ്ങ് മുറിക്കുക. ഒരു ഇഡ്ഡലീനെ 6 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഞാനിവിടെ 10 ഇഡ്ഡലിയും മീഡിയം സൈസായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 10 ഇഡ്ഡലിയും ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ചില്ലി ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ബാറ്ററിൽ മുക്കിയിട്ടാണ് വറക്കാറ് അല്ലേ. ഇത് പക്ഷേ ബേസിക്കലി ഞാൻ എൻ്റെ പിള്ളേർക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ മിക്കതും ഹരിബറിയിലാണ് ചെയ്യുന്നുണ്ടാവുക ഈ ഡിഷ്. അപ്പോൾ ഞാനതുകൊണ്ട് ബാറ്ററിലൊന്നും മുക്കുന്നില്ല. നിങ്ങൾക്ക് ബാറ്ററിൽ മുക്കി പൊരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, സോയാ സോസ്, കുരുമുളക് എല്ലാം കൂടി മിക്സ് ചെയ്യുക, വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് ഈ ഇഡ്ഡലി ഓരോന്നും ആ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ചൂടാവട്ടെ കേട്ടോ ഈ എണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയിൽ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാറില്ല. അതേസമയം റിഫൈൻഡ് ഓയിലിൽ നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കനോല ഓയിൽ ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഓക്കെ, എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇഡ്ഡലിയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തുവിടുകയും ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കൊടുക്കാം. അങ്ങനെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 1-2 ഐറ്റംസ് ഇതിലത്തെ ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. വലിയ ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ചില സമയത്ത് എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടാവാറില്ല, അതായത് ഉള്ളിത്തണ്ട് ഉണ്ടാവാറില്ല, സെലറി ഉണ്ടാവാറില്ല. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് കൂടാനോ ഒരുപാട് കുറയാനോ പാടില്ല. ഒരു മീഡിയം ചൂട് എപ്പോഴും നിലനിർത്തണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് എണ്ണ നമ്മുടെ ഇഡ്ഡലി വലിച്ചെടുക്കും. നിങ്ങൾ രാത്രി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ പുറത്തെടുത്ത് ഇതേപോലെ മുറിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ രാവിലത്തെ ജോലി എളുപ്പമാവുമല്ലോ. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നിൽക്കണ്ട, പിന്നെ സമയം കിട്ടില്ല എല്ലാത്തിനും കൂടിയിട്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്ക് 6:30 ബസ് വരും. അപ്പോഴേക്കും ഇതെല്ലാം റെഡിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അങ്ങ് മുറിച്ച് വെക്കും. ഉണ്ടാക്കി വെക്കാറില്ല ഞാൻ, കാരണം രാവിലെ ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുത്തു വിടാറുള്ളൂ. അപ്പോഴത്തെ ആ ഒരു ഫ്രഷ്നെസ് രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടാറില്ല. അതുകൊണ്ട് പ്രിപ്പറേഷൻ രാവിലെ, പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങൾ അരിഞ്ഞു വെക്കലും കാര്യങ്ങളൊക്കെ രാത്രി റെഡിയാക്കി വെക്കും. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. എണ്ണ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു സ്ട്രെയിനറിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ ഇട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ പിള്ളേരെ പറ്റിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം പറയാം മോനെ ഇത് ഇഡ്ഡലി ആയിരുന്നു എന്ന്. അതല്ലെങ്കിൽ പറയണ്ട. ഇത് ചൂടോട് കൂടി കഴിക്കാനും ചൂടാറി കഴിക്കാനും നല്ലതാണ് കേട്ടോ. രണ്ടും നല്ലതാണ്. ഇപ്പോൾ 2ാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2ാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കടായി എടുക്കാം. ആ കടായിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചൈനീസ് ഐറ്റം ആയതുകൊണ്ട് ആസ് യൂഷ്വൽ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നല്ലെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയുടെ ബാക്കിയില്ലേ അത് ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് മതി എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം
എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇടുന്നതൊന്നും ഒരു നിർബന്ധമില്ല, ഞാൻ ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ്. പിന്നെ ഒരു ടേസ്റ്റ് ഫ്ലേവറും വരാൻ വേണ്ടിയിട്ട് 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ സെലറി ഉള്ളത് കാരണം ഞാൻ സെലറി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട് കൊത്തിയരിഞ്ഞത്. സെലറി ഇല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ കുറച്ചിട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഇടുക, അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ സവാള ഇടുന്നില്ല ഇൻ ദ സെൻസ് ചെറുതാക്കി അരിഞ്ഞ് സവാള ഇടുന്നില്ല, അവസാനം മാത്രം വലിയ ക്യൂബ്സ് ഇടുന്നുള്ളൂ. കാരണം കുട്ടികൾക്ക് സാധാരണ രീതിയിൽ സവാള കടിക്കുന്ന വലിയ താല്പര്യമുള്ള വിഷയമല്ല അല്ലേ. എൻ്റെ പിള്ളേർക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ സവാള വലുതാക്കി മാത്രമേ ഇടുന്നുള്ളൂ, കാരണം അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ എളുപ്പത്തിൽ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണെങ്കിലും അവർക്ക് കടിക്കാൻ കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ മക്കൾക്ക് എന്താണ് പ്രിഫറൻസ് അതിനനുസരിച്ച് അമ്മമാർ മാറ്റം വരുത്തിക്കോളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു 4 പച്ചമുളകാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഈ റെസിപ്പിയിൽ ഞാൻ വേറെ ഇനി ചില്ലി സോസോ ചില്ലി പേസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. എരിവ് എന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 മതി എന്നുണ്ടെങ്കിൽ 2 മതിയാവും. ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ആ പച്ചമണം മാറണം. പിന്നെ എന്നോട് പലരും പറയാറുണ്ട്, ചൈനീസ് റെസിപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ചേച്ചി എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ മിക്ക ഹോട്ടലും, എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാലും മിക്ക ഹോട്ടലുകാരും അതിൽ അജിനോമോട്ടോ ചേർക്കാറുണ്ട്. അതൊരു നമുക്കിങ്ങനെ ടേസ്റ്റ് കൂട്ടാനും ഒരു അഡിക്ഷൻ വരുത്തുന്നൊരു സംഭവമാണ്. പക്ഷേ അത് ഹെൽത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് വീടുകളിൽ സാധാരണ നമ്മൾ ചേർക്കാറില്ല. വൺസ് ഇൻ എ വൈലൊക്കെ ചേർക്കാം, പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഹോട്ടലുകളിൽ കിട്ടുന്ന ടേസ്റ്റ് വീട്ടിൽ കിട്ടുന്നില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. മെയിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. വീട്ടിലുണ്ടാക്കി വെക്കണമെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് സോയാ സോസാണ്. സോയാ സോസ് 2 ടേബിൾ സ്പൂൺ. സോയാ സോസ് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ റെസിപ്പിയിൽ സോയാ സോസ് ഉള്ള കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇനി ഇതിൽ ചില്ലി സോസ് ഒന്നും ചേർക്കുന്നില്ല, കാരണം ആ പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടുണ്ടാവും. ഞാനിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഈ പുളിയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഞാൻ ഇതിലേക്ക് വിനീഗർ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇതിലിപ്പോൾ അത്യാവശ്യം പുളിയുള്ള സോസ് ആയതുകൊണ്ട് ഞാനിനി ഇതിൽ വിനീഗർ ചേർക്കുന്നില്ല. നിങ്ങൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ വിനീഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ സോസിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാറി കിട്ടുള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആകുന്ന ഐറ്റംസ് ആണ് അല്ലേ. ഈ സെലറിയും സ്പ്രിംഗ് ഓണിയനും മാത്രം ഇല്ലാണ്ട് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് ആണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1.25 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുള്ളൂ, പച്ചവെള്ളം ഒഴിക്കാറില്ല. നല്ല ചൂടുവെള്ളം ഒരു 5 മിനിറ്റോളം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് തിളപ്പിക്കുക. എന്നിട്ട് അവസാനം നമ്മൾ ഇഡ്ഡലി ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. എരിവോ ഉപ്പോ പുളി എന്താണ് കുറവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഞാനൊരിപ്പോൾ ഒരു 1/2 ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കത്തിൻ്റെ 1/2 ഭാഗം ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇടണ്ട കേട്ടോ. പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ഒരു 1/2 സവാളയുടെ ക്യൂബ്സ് ആണിത്, അതിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതങ്ങ് തിളപ്പിക്കുക. ഈ സോസ് ഈ സവാളയും ക്യാപ്സിക്കൊക്കെ ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഓൾ പർപ്പസ് സോയാ സോസ് ആയിരുന്നു, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഡാർക്കായിട്ടുള്ള സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് തിളച്ച് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക.
അത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇത് 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കൂടി ഒഴിക്കുക. 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് കുക്കാവട്ടെ. അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. ഞാനിതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കിടന്നിട്ട് ഈ ഇഡ്ഡലി ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള പുളിയും മധുരവും എരിവും ഒക്കെയാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ജ്യൂസി ആയിരിക്കണം നമ്മുടെ ഇഡ്ഡലി, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആകെ വിറങ്ങലിച്ച പോലെ ആവും തണുക്കുമ്പോൾ, ഒട്ടും സോസ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അങ്ങ് തൂകുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പരമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇഷ്ടമില്ല. എൻ്റെ മക്കൾക്ക് ഇതൊന്നും ഇടുന്ന ഇഷ്ടമില്ല. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇടുന്നതാണ്. ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ഇതൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഫൈനലി ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരല്പം എള്ളെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം, അതും ഓപ്ഷണലാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് അടച്ചു വെക്കുക. ആ ഫ്ലേവർ ഒന്ന് ഇതിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. മതി. ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഡ്ഡലി എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, പക്ഷെ അടിപൊളിയാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ ഒരു ഇൻവൈറ്റിംഗ് സ്മെല്ലാണ്. ഇഡ്ഡലിയാണെന്ന് പിള്ളേരോട് പറഞ്ഞാലും പിള്ളേർ വിശ്വസിക്കില്ല കേട്ടോ. അതുപോലെ അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മൂത്തപുത്രന് സാധാരണ ചുമ്മാ ഇഡ്ഡലിയായിട്ട് കൊടുക്കുന്നവന് ഇഷ്ടമില്ല, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം. ഫീഡ്ബാക്കായിട്ട് കമൻറ്റായിട്ട് എഴുതുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മസാല ഇഡ്ഡലിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ അതും കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള, അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കിണറ്റിലെ വെള്ളം കോരി കുടിച്ച ശരിക്കും പറയാൻ വിദ്യാലയത്തിന്റെ